Hello everyone. Welcome to Plus One English classes by Al Wafa Media. Plus One ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ സെഷനാണ്. പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മലയാളത്തിൽ വിശദീകരിക്കുകയും അതേസമയം ഇംഗ്ലീഷ് പഠനത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ ഹെൽപ്ഫുള്ളാകുന്ന ചില ടിപ്പുകൾ പാഠം ഉപയോഗിച്ച് തന്നെ ഇംഗ്ലീഷ് പഠിക്കാനും അതിൻ്റെ കൂടെ എക്സാം പ്രിപ്പറേഷനും തയ്യാറാക്കിയെടുക്കുന്ന രൂപത്തിലുള്ള ചില ടിപ്പുകളും ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ ക്ലാസ്. ഓക്കെ, നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. എങ്ങനെ മികച്ചവരാവാം, മികച്ച റിസൾട്ടുകൾ എങ്ങനെ ഉണ്ടാക്കാം, മികവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ, ഇറ്റ്സ് എ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ് എന്ന് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വളരെ പ്രശസ്തമായൊരു കോട്ട് കൊണ്ടാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. വിജയം അത് അവസാനത്തേതല്ല, അത് ഫൈനലല്ല, അടുത്തതിൽ ഒരുപക്ഷെ പരാജയപ്പെടാം. ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ, പരാജയം ഒരു നാശത്തിൻ്റെ അടയാളമല്ല, അടുത്തതിൽ നമ്മൾ വിജയിക്കാം. ഇറ്റ്സ് എ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്, ഈ കണക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കാനുള്ള ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അതായത് ഇനിയും വിജയിക്കാനുള്ള ധൈര്യം നൽകുന്ന കാര്യങ്ങളാണ് വിജയവും പരാജയവും. കാരണം ഒരു തവണ നമ്മൾ വിജയിച്ച് കഴിഞ്ഞാൽ അടുത്ത തവണയും വിജയിക്കണം, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും, ആദ്യം വിജയിച്ചത് ഒരു ലക്കാണെന്ന് പറയും അല്ലേ. ഇനി ഇത്തവണ പരാജയപ്പെട്ടാലോ നമ്മൾ അടുത്ത തവണ ഷുവറായിട്ടും വിജയിക്കണം. അപ്പോൾ വിജയമായാലും പരാജയമായാലും അത് നിങ്ങളുടെ അടുത്ത വിജയത്തിലേക്കുള്ള വഴികളാണ് എന്ന് വ്യംഗ്യമായി സൂചിപ്പിക്കുന്ന വളരെ പ്രശസ്തമായൊരു കോട്ടാണ് ഈ ചാപ്റ്റർ പറയുന്നത്. എബൌട്ട് ദ യൂണിറ്റ്, എന്താണ് ഈ ചാപ്റ്റർ പറയുന്നത്? അപ്പോൾ ഞാൻ ആദ്യം ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തുള്ള കുറച്ച് ഭാഗം വായിച്ച് ജനറലി അതിൻ്റെ മീനിങ് പറയുകയും മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇതേ പാഠഭാഗങ്ങൾ തന്നെ ഭാഷ പഠിക്കുന്നതിന് ഹെൽപ്ഫുള്ളാകുന്ന രൂപത്തിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് അതേ ഭാഗങ്ങൾ തന്നെ ഒന്നുകൂടെ പറയും. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഭാഷ, ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ലളിതമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് വിവിധ കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കാനുള്ള കഴിവാണ് ഇത്തരം ഇംഗ്ലീഷ് കോമൺ കോഴ്സുകളുടെ എല്ലാം ഉദ്ദേശം. അത് +1 +2 ക്ലാസ്സുകളായാലും ഡിഗ്രി കോമൺ ഇംഗ്ലീഷ് ആയാലും ലാംഗ്വേജ് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കാൻ കഴിവുള്ളവരായി തീരുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇംഗ്ലീഷ് ഭയക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ലാതായിട്ട് മാറും. മാത്രമല്ല അതുകൊണ്ട് പ്രയോജനങ്ങളുണ്ടാവും. ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ വൃത്തിയിൽ എഴുതാൻ കഴിയുക, തെറ്റില്ലാതെ മിസ്റ്റേക്കുകളില്ലാതെ എഴുതാൻ കഴിയുക, ഇതുകൊണ്ടൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും പഠന സംബന്ധമായ കാര്യങ്ങൾക്കും വളരെ ഗുണകരമായൊരു കാര്യം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് അൽ വഫ മീഡിയ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചാപ്റ്റർ വായിച്ച് അതിൻ്റെ മീനിങ് പറഞ്ഞു തരിക എന്നുള്ള ഒരു ആശയം മാത്രമല്ല, അതേസമയം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ എങ്ങനെ നിങ്ങളെ പര്യാപ്തമാക്കാം, എങ്ങനെ അത് പറഞ്ഞു തരാം, എങ്ങനെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നുകൂടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഭാഗം വായിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മീനിങ് പറഞ്ഞു പോവുകയുള്ളൂ. പക്ഷേ ഇതേ ഭാഗം തന്നെ രണ്ടാമതും നമ്മൾ വായിക്കും, എന്നിട്ട് അതിനെ ലൈൻ ബൈ ലൈനായിട്ട് അല്ലെങ്കിൽ വേർഡ് ബൈ വേർഡായിട്ട് വിശദീകരിക്കുകയും എങ്ങനെ ആ അർത്ഥം ഉണ്ടാകുന്നു എന്ന് പറയുകയും എങ്ങനെ ഈ അർത്ഥത്തിലുള്ള സെൻറ്റൻസുകൾ ഇനിയും ഉണ്ടാക്കാം എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുന്നേ ഉള്ളൂ. സക്സസ് ഇസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ്. വിജയം തീർച്ചയായും അത് പരിശ്രമത്തിൻ്റെ ഫലം മാത്രമാണ്. പെർസവറൻസ് എന്നാൽ തുടർച്ചയായ പരിശ്രമം. വിജയം വരെയും പരിശ്രമിക്കുമെന്ന ഉറപ്പോടെയുള്ള പരിശ്രമത്തിനാണ് പെർസവറൻസ് എന്ന് വിളിക്കുന്നത്. ദ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ വലിയ നേട്ടങ്ങൾ, ക്യാൻ ഇൻസ്പയർ അസ്, അവ നമ്മളെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. ആൻഡ് വി, നമ്മളാവട്ടെ, ഇൻ ടേൺ, തിരിച്ച്, ക്യാൻ ബി ആൻ ഇൻസ്പിരേഷൻ ടു മെനി, പലർക്കും ഒരു ഇൻസ്പിരേഷൻ ആവാറുമുണ്ട്. അതെങ്ങനെ? നമ്മുടെ വിജയങ്ങൾ കൊണ്ട് നമ്മളെപ്പോലുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ നമ്മൾക്ക് കഴിയുകയും ചെയ്യും എന്നർത്ഥം. The first unit of this textbook, Glimpses of Greatness, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ യൂണിറ്റ് ഹൈലൈറ്റ്സ് ദ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഓഫ് സം ഗ്രേറ്റ് പീപ്പിൾ, ചില വലിയ വ്യക്തിത്വങ്ങളുടെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെ ഹൈലൈറ്റ് ചെയ്യുകയാണ്, അതിനെ എടുത്തു കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഇറ്റ് ത്രോസ് ലൈറ്റ് on the qualities
that are to be developed so as to become successful in life. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ മികച്ച ആളുകളുടെ, ഗ്രേറ്റ് പീപ്പിളിൻ്റെ സ്വഭാവ സവിശേഷതകളെ എടുത്തു കാണിക്കുന്ന ഒരു ചാപ്റ്റർ തയ്യാറാക്കിയത്. ഈ ത്രോസ് ലൈറ്റ്, അത് വെളിച്ചം വീശുന്നുണ്ട് ഓൺ ദ ക്വാളിറ്റീസ്, ചില മികവിൻ്റെ ക്വാളിറ്റീസ് കാണിച്ചു തരുന്നുണ്ട്, അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ദാറ്റ് ആ ക്വാളിറ്റികൾ ടു ബി ഡെവലപ്ഡ്, അത് ഡെവലപ്പ് ചെയ്യപ്പെടേണ്ടതാണ്. സോ ആസ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്, നമുക്കും അതേപോലെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ. അപ്പോൾ അവരെ പോലെ സക്സസ്ഫുൾ ആവണമെങ്കിൽ, നമ്മളും സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ക്വാളിറ്റികൾ എടുത്തു കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഭാഗം. ദെൻ ഇനി യൂണിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് ആൻ അനക്ഡോട്ട് ഫ്രം ദ ലൈഫ് ഓഫ് അബ്രഹാം ലിങ്കൺ, ആബേസ് ഫസ്റ്റ് സ്പീച്ച്. ആബേസ് ഫസ്റ്റ് സ്പീച്ച് എന്നുള്ള അബ്രഹാം ലിങ്കണിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചെറിയ അനുഭവക്കുറിപ്പാണ്. എ സ്റ്റോറി ബൈ ലേമോ ഫ്ലഹേർട്ടി, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതൊരു സ്റ്റോറിയാണ്. എ സ്പീച്ച് ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, ഐ വിൽ ഫ്ലൈ, അദ്ദേഹത്തിൻ്റെ സ്പീച്ചാണത്. എ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ്, അത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രൊഫൈലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥ വളരെ ചുരുക്കി പറയുന്ന ഒരു സംഭവമാണ്. ആൻഡ് എ പോം ബൈ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ്, വളരെ ഫേമസ് ആയ ഇഫ് എന്ന പോയം. ഇത്രയാണ് ഈ യൂണിറ്റിലുള്ളത്. ഇറ്റ് എയിംസ് അറ്റ് എക്വിപ്പിംഗ് ദ ലേണേഴ്സ് ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ് വിത്ത് കറേജ്, കോൺഫിഡൻസ് ആൻഡ് പെർസെവറൻസ് ആൻഡ് ടു ബിക്കം യൂണീക്ക് ഇൻ ദെയർ ഓൺ വേസ്. ഇറ്റ് എയിംസ്, അത് ലക്ഷ്യമാക്കുന്നത് അറ്റ് എക്വിപ്പിംഗ് ദ ലേണേഴ്സ്, പഠിതാക്കളെ എക്വിപ്പ് ചെയ്യുക, അവരെ പ്രാപ്തരാക്കുക. എന്തിന്? ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ പ്രതിസന്ധികളെ, വെല്ലുവിളികളെ നേരിടാൻ, വിത്ത് കറേജ്, ധൈര്യത്തോടെ, കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടെ, ആൻഡ് പെർസെവറൻസ്, നിരന്തര പരിശ്രമത്തിലൂടെ, ആൻഡ് ടു ബിക്കം യുണീക്ക് ഇൻ ദെയർ ഓൺ വേസ്, അവരുടേതായ രൂപത്തിൽ അതുല്യരായിട്ട് മാറലാണ് ഓരോ വ്യക്തിയുടെയും പ്രത്യേകത. എന്നെപ്പോലെ +2 കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞ ഒരുപാട് പേരുണ്ടാകും. അതിനിടയിൽ നമ്മൾ യുണീക്കായി നിൽക്കുക എന്നതാണ് നമ്മുടെ ക്വാളിറ്റി. യുണീക്ക്നെസ് ഇല്ല എങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെയാണ്, നമ്മൾക്ക് കൂടുതലൊന്നും അവകാശപ്പെടാനില്ല. അപ്പോൾ യുണീക്ക്നെസ്സാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ അതുല്യരായി മാറാനുള്ള, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു ശേഷി ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. വൈൽ ഡൂയിങ് സോ, അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ദേ മസ്റ്റ് അപ്ഹോൾഡ് ദ വാല്യൂസ് ഓഫ് ലൈഫ്, അവർ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും വേണം. വിജയിക്കുക എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്ക് എത്തുന്നത് എന്തെങ്കിലും ചെയ്തിട്ടോ, തോന്നിയതുപോലെ ജീവിച്ചിട്ടോ, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടോ അല്ല. ജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും നന്മകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ജീവിതത്തിൻ്റെ സക്സസ്സിലേക്ക് എത്താൻ കഴിയണം. ദ യൂണിറ്റ് ഓൾസോ എയിംസ് അറ്റ് ബിൽഡിംഗ് കോൺഫിഡൻസ്, ഈ പാഠം ലക്ഷ്യീകരിക്കുന്നുണ്ട് അറ്റ് ബിൽഡിംഗ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ, ഇൻ ലേണേഴ്സ്, പഠിതാക്കളിൽ. എന്തിന്? ടു യൂസ് ഇംഗ്ലീഷ് ഇഫക്റ്റീവ്ലി, ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഇഫക്റ്റീവായിട്ട് പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ. ആൻഡ് ടു ഹെൽപ്പ് ദം അക്വയർ എ സ്ട്രോങ് ലിംഗ്വിസ്റ്റിക് ഫൗണ്ടേഷൻ, അവർക്ക് വളരെ ശക്തമായ ഒരു ഭാഷാ അടിത്തറ നേടിയെടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ഇംപ്രൂവ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ലാംഗ്വേജ് ഇൻ ദെയർ കോണ്ടെക്സ്റ്റ്, അവരുടെ ആവശ്യങ്ങൾക്ക് ഈ ഭാഷയെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ, അവരുടെ ആപ്ലിക്കേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഭാഷ ഉപയോഗിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. അതൊക്കെയാണ് ഈ ചാപ്റ്റർ കൊണ്ടുള്ള ഉദ്ദേശം. ഇനി നമ്മൾ ഈ വായിച്ച ഭാഗം തന്നെ ഒന്നുകൂടെ ഞാൻ വായിച്ചു തരാം. അതെന്തിനാന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ സെൻറ്റൻസുകൾ രൂപപ്പെട്ടത്, അത് ഫസ്റ്റ് പാരാഗ്രാഫ് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. എങ്ങനെയാണ് ഈ സെൻറ്റൻസുകൾ രൂപപ്പെട്ടിരിക്കുന്നത്, എന്താണ് ഒരു സെൻറ്റൻസിൻ്റെ അടിസ്ഥാനം, അത് നമ്മൾ ആദ്യം ഇങ്ങനെ ചിന്തിക്കുക. എന്തിനാണ് ഈ സെഷൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് ശ്രദ്ധിക്കാൻ കുറച്ച്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പരിശീലിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു ടെക്നിക്കായിരിക്കും. ടെക്നിക്ക് പ്രയാസമല്ല, അതേസമയം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്തൊരു സംഭവമായിരിക്കും ഭാഷ പഠിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാം ഹാളിൽ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നമ്മുടെ അടുത്ത് മലയാളമുണ്ട്, ഇങ്ങനെയാണ് എനിക്ക് പറയേണ്ടത്, പക്ഷേ ഇതേ ആശയം കിട്ടാൻ ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം, ഈ അറിവില്ലായ്മയാണ് നമ്മൾക്ക് ഇംഗ്ലീഷിനോടുള്ള പേടി, അല്ലേ? നമ്മുടെ അടുത്ത് ആശയമുണ്ട് മലയാളത്തിൽ, പക്ഷേ അത് ഇംഗ്ലീഷിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള അറിവില്ലായ്മയാണ് ഇംഗ്ലീഷിനെ നമ്മൾ ഭയക്കാൻ കാരണം. അപ്പോൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ള ആശയം, ആ ആശയം അതേപടി
മറ്റൊരു ഭാഷയിൽ പറയാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലാംഗ്വേജ് അറിയുള്ളൂ എന്ന് പറയാം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഇംഗ്ലീഷ് പറയുന്നു, കേൾക്കുന്ന ആളുകൾ വേറെ എന്തോ മനസ്സിലാക്കുന്നു, അത് പ്രശ്നമാണ്. നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അതേ കാര്യം, ഇൻറ്റൻറ്റഡ് മീനിങ് എന്ന് അതിന് പറയാം. നമ്മൾ ഉദ്ദേശിച്ച അതേ മീനിങ് കേൾവിക്കാരന് മനസ്സിലാവുമ്പോഴാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ. അല്ല, അപ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് ആവുള്ളൂ. മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് അറിയുന്ന മറ്റുള്ളവർക്കും മനസ്സിലാവുന്ന ഇംഗ്ലീഷ് പറയാൻ അറിയെങ്കിലല്ലേ നമുക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ. അങ്ങനെ പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആശയങ്ങൾ അതേ രൂപത്തിൽ ഇംഗ്ലീഷാക്കി മാറ്റുക എന്ന് പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ് ഇംഗ്ലീഷിലെ സെൻറ്റൻസുകൾക്ക് മീനിങ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കലാണ്. ഓക്കെ, സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ്. ഇതിൽ അൺഡൗട്ടഡ്ലി എന്നുള്ള വാക്ക് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം, അത് പിന്നെ ആഡ് ചെയ്താൽ മതി. സക്സസ് അത് വിജയം എന്നത് അതാകുന്നു ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ്, നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമാകുന്നു. ഇത് ഒരു പൂ ഭംഗിയുള്ളതാകുന്നു അല്ലേ, അങ്ങനെ പറയുന്നത് പോലെ ഉള്ള ഒരു സെൻറ്റൻസാണ് അല്ലേ. ഇതിൻ്റെ ആദ്യ ഭാഗത്തിന് സബ്ജക്റ്റ് എന്നാണ് പറയുക. സക്സസ് അത് സബ്ജക്റ്റ് ഭാഗമാണ്. ഈസ് ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ് എന്നുള്ളതിന് പ്രെഡിക്കേറ്റ് എന്നാണ് പറയുക. എന്താണ് സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്, അതാണ് പ്രെഡിക്കേറ്റ്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് സെൻറ്റൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഒരു സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഏത് സെൻറ്റൻസ് ആണെങ്കിലും അതിലൊരു വേർബ് വേണം. ക്ലിയറായോ? എന്ത് സെൻറ്റൻസ് പറയുകയാണെങ്കിലും അതിലൊരു വേർബ് ഉണ്ടായിരിക്കും. ഒരു വേർബ് ഇല്ലാതെ ഒരിക്കലും സെൻറ്റൻസ് ഉണ്ടാവില്ല. ഓക്കെ, പല കുട്ടികളും എക്സാമിന് വേർബുകളില്ലാത്ത കുറേ വാക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഒരു കണക്ഷനും ഇല്ല. ടീച്ചർക്ക് ഇത് മനസ്സിലാവും, കാരണം ടീച്ചർ പഠിപ്പിച്ച പാടാണല്ലോ, എന്താ കുട്ടി ഉദ്ദേശിച്ചത് മനസ്സിലാവുകയൊക്കെ ചെയ്യും, പക്ഷെ മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇംഗ്ലീഷ് ഉണ്ടെങ്കിലാണ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കറക്റ്റ് ആയിരിക്കണം. ഒരു സെൻറ്റൻസ് ഉണ്ടാവണമെങ്കിൽ ഒരു വേർബെങ്കിലും നിർബന്ധമായിട്ടും വേണം. ഈ സെൻറ്റൻസിലെ വേർബ് ഏതാണ്? ഈസ്. സക്സസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ്. വിജയം ഈസ് അതാകുന്നു ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ്, അത് പരിശ്രമത്തിൻ്റെ ഫലമാകുന്നു. ഇനി അൺഡൗട്ടഡ്ലി എന്ന് പറയുന്നത് സംശയലേശമന്യേ എന്ന ഒരു വിശേഷണം നമ്മൾ അവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. അത് സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ് എന്ന് പറയാം. ഇനി ഈ അൺഡൗട്ടഡ്ലി ആദ്യത്തിലും പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ കോമ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അൺഡൗട്ടഡ്ലി കോമ സക്സസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ്, അങ്ങനെ പറഞ്ഞാൽ അത് വേറൊരു ശൈലിയായിട്ട് മാറും. ഇനി സക്സസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ് കോമ അൺഡൗട്ടഡ്ലി അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് അൺഡൗട്ടഡ്ലി, അത് പ്രസംഗത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സംശയമില്ല, വിജയം പരിശ്രമത്തിൻ്റെ മാത്രം ഫലമാകുന്നു. അങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് അൺഡൗട്ടഡ്ലി അപ്പുറത്തും കൊണ്ടുപോയിടാം. പക്ഷേ ഇവിടെ ഒരു ജനറലി ഒരു സാധാരണ സെൻറ്റൻസ് ആക്കിയിട്ട് പാഠത്തിൻ്റെ ഫസ്റ്റ് ആയതുകൊണ്ട് അപ്പുറത്തും കൊണ്ടുപോയിട്ടില്ല. സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസവറൻസ്. ഇത്രയേ ഉള്ളൂ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് എന്തിനെക്കുറിച്ചാണോ പറയേണ്ടത് അതിനെ ആദ്യം പറയുക. എന്താണ് പറയേണ്ടത്, നമ്മൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്, അതിനുള്ള വാക്കുകൾ കണ്ടെത്തുക. പിന്നെ ഇത് രണ്ടും കണക്റ്റ് ചെയ്യുന്ന ഒരു വേർബ് കൊണ്ടുവന്ന് വെക്കുക. ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വെരി സിമ്പിൾ. ദ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് അതേഴ്സ് ക്യാൻ ഇൻസ്പയർസ്. ദ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് അതേഴ്സ്, ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് മികച്ച നേട്ടങ്ങൾ, ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ മികച്ച നേട്ടങ്ങൾ. സെൻറ്റൻസ് ആയോ? ഇല്ല, സെൻറ്റൻസ് ആയിട്ടില്ല. മറ്റുള്ളവരുടെ മികച്ച നേട്ടങ്ങൾ. എന്നിട്ട് എന്തുണ്ടായി? മികച്ച നേട്ടങ്ങൾക്ക് എന്ത് പറ്റി? അതുകൂടെ പറഞ്ഞാലാണ് സെൻറ്റൻസ് ആവുള്ളൂ. അത് പറയാണ് ക്യാൻ, അതിന് കഴിയും. എന്ത് കഴിയും? ഇൻസ്പയർ അസ്, നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയും. അവിടെ ക്യാൻ ഇൻസ്പയർ അസ് എന്നതാണ് പ്രെഡിക്കേറ്റ്. കാരണം ബാക്കിയുള്ളതൊക്കെ സബ്ജക്റ്റിൻ്റെ ഭാഗമാണ്. ദ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് അതേഴ്സ് വരെ സബ്ജക്റ്റിൻ്റെ ഭാഗമാണ്. കാരണം അതുവരെ പറഞ്ഞപ്പോഴും മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ. ക്യാൻ ഇൻസ്പയർ അസ്. ഇനി അതുമായി ആൻഡ് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആൻഡ് വി, നമ്മൾ എന്ത് ചെയ്യും? വി ക്യാൻ ബി, അവിടെയും ഇൻ റിട്ടേൺ പിന്നെ ചേർക്കുന്ന ഒരു സംഭവമാണ്. വി ക്യാൻ ബി ആൻ ഇൻസ്പിരേഷൻ ടു മെനി. നമുക്ക് ആവാൻ കഴിയും. ക്യാൻ ബി, ആവാൻ കഴിയും, നമുക്കാവാൻ കഴിയും. ആൻ ഇൻസ്പിരേഷൻ ടു മെനി, പലർക്കും ഒരു ഇൻസ്പിരേഷൻ ആവാൻ കഴിയും. ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക്, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഇവിടെ നമ്മൾ പറഞ്ഞ അതേ ടെക്നിക്ക് നിങ്ങൾ നോക്കുക.
ഈ സെൻറ്റൻസ് അവസാനിക്കുന്ന എവിടെയാണ്? അടുത്ത വരിയിലാണ്. ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് ഹൈലൈറ്റ്സ് ദ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഓഫ് സം ഗ്രേറ്റ് പീപ്പിൾ. അവിടെയാണ് സെൻറ്റൻസ് അവസാനിക്കുന്നത്. ഇനി അതിലെ സബ്ജക്റ്റ് ഏതുവരെയാണ്, അതിലെ പ്രെഡിക്കേറ്റ് എവിടെ നിന്ന് ആരംഭിക്കുന്നു, അതിലെ വേർബ് ഏതാണ് എന്ന് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കൂ. വളരെ സിമ്പിളാണ്. ഞാൻ ഈ പറയുന്നതിന് മുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അത് കണ്ടെത്താൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം ബാക്കി കേൾക്കുക. എങ്ങനെയാണ് വരുന്നത്? ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക്, ഈ പുസ്തകത്തിലെ ആദ്യത്തെ പാഠം, ഗ്ലിംസസ് ഓഫ് ദ ഗ്രേറ്റ്നെസ്, അത് പാഠത്തിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന ഈ പുസ്തകത്തിലെ ആദ്യത്തെ പാഠം ഹൈലൈറ്റ്സ്. അപ്പോൾ അതുവരെ പറഞ്ഞപ്പോഴും നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അതേ ആയിട്ടുള്ളൂ, സബ്ജക്റ്റേ ആയിട്ടുള്ളൂ. ആ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല, ഹൈലൈറ്റ്സ്. അത് ഹൈലൈറ്റ് ചെയ്യുന്നു, അതാണ് വേർബ് അല്ലേ. ദ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഓഫ് സം ഗ്രേറ്റ് പീപ്പിൾ അല്ലേ. ചില മികച്ച ആളുകളുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ ഹൈലൈറ്റ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് സെൻറ്റൻസ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ച ഒരു കാര്യം, എന്തിനെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് അതിന് സബ്ജക്റ്റ് എന്ന് പറയുന്നു. ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്താണോ പറയുന്നത് അതിന് പ്രെഡിക്കേറ്റ് എന്നാണ് പറയുക. പ്രെഡിക്കേറ്റിൽ നിർബന്ധമായും ഒരു വേർബ് ഉണ്ടായിരിക്കും. ഒരു വേർബില്ലാതെ ഒരിക്കലും ഒരു സെൻറ്റൻസ് ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ എവിടെയും എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് നമുക്കറിയാത്തൊരു കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മൾ എഴുതുമ്പോൾ മിക്കപ്പോഴും വേർബുകൾ ഉണ്ടാവാറില്ല. ഈസ്, ആം, ആർ, ആമീസ്, ആർ, വാസ്, വേർ, ഇതല്ലാതെ, ഇത് എല്ലാ കുട്ടികളുടെയും സെൻറ്റൻസുകളിൽ കറക്റ്റായി വരാറുണ്ട്. ഇതല്ലാത്ത സന്ദർഭങ്ങളിൽ പലപ്പോഴും വേർബുകളില്ലാത്ത ഇഷ്ടം പോലെ സെൻറ്റൻസുകൾ, ഇനി വേണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നോട്ട് എടുത്ത് നോക്കിക്കോളൂ, ഇഷ്ടം പോലെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടെത്താൻ കഴിയും. ഇറ്റ് ത്രോസ് ലൈറ്റ്, അവിടെ എങ്ങനെയാണ് സബ്ജക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇറ്റ് ത്രോസ് ലൈറ്റ് ഓൺ ദ ക്വാളിറ്റീസ് ദാറ്റ് ആർ ടു ബി ഡെവലപ്ഡ് സോ ആസ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. അവിടെ ഇറ്റ് മാത്രമാണ് സബ്ജക്റ്റ് അല്ലേ, ഇറ്റ്. അത് ത്രോസ് ലൈറ്റ്, അത് വെളിച്ചം വീശുന്നു, അത് വേർബാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് എൻ്റെ സ്ട്രക്ചർ. എന്തിലേക്കാണ് വെളിച്ചം വീശുന്നത്? ഓൺ ദ ക്വാളിറ്റീസ്, ചില ക്വാളിറ്റികളിലേക്ക്. ദാറ്റ്, ആ ക്വാളിറ്റികൾ, പലർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. ഈ ദാറ്റ് എന്ന് പറയുന്നത് അതിനെ അല്ലെങ്കിൽ അത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂരലാണോ, അതോ ഒറ്റയാണോ, അതോ പിന്നെ ഒരുപാട് സംഗതികൾക്ക് ബഹുവചനാക്കിയിട്ട് പറയാമോ? ഇവിടെ നോക്കൂ, ദാറ്റ് കഴിഞ്ഞിട്ട് ഈസ് അല്ല, ആർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആർ എവിടെ ഉപയോഗിക്കും? പ്ലൂരലിനെ ഉപയോഗിക്കുള്ളൂ അല്ലേ. അവർ, അവകൾ എന്ന് പറയുമ്പോഴേ ആർ ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ എന്താണ് ദാറ്റ് കഴിഞ്ഞ് ആർ ഉപയോഗിച്ചിരിക്കുന്നത്? ഒന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ദാറ്റ് സൂചിപ്പിക്കുന്നത് ക്വാളിറ്റീസിനെ ആകുന്നു അല്ലേ. അപ്പോൾ ദാറ്റ് എന്നൊരു സാധനം എന്തിനെയാണോ നേരത്തെ പറഞ്ഞത് അത് സൂചിപ്പിക്കുന്നത്, നേരത്തെ പറഞ്ഞ ഭാഗത്തിൽ എന്തിനെയാണോ ദാറ്റ് സൂചിപ്പിക്കുന്നത് അത് സിംഗുലർ ആണെങ്കിൽ ദാറ്റ് സിംഗുലറായി പരിഗണിക്കുകയും അത് പ്ലൂരൽ ആണെങ്കിൽ ദാറ്റിനെ പ്ലൂരലായിട്ട് പരിഗണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഓൺ ദ ക്വാളിറ്റീസ് ദാറ്റ് ആർ ടു ബി ഡെവലപ്ഡ്, ആ ക്വാളിറ്റീസ് എന്തിനുള്ള ക്വാളിറ്റീസാണ്? ദാറ്റ് ആർ ടു ബി ഡെവലപ്ഡ്, അവ വികസിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ടു ബി ഡെവലപ്ഡ്, വികസിപ്പിക്കപ്പെടേണ്ടതുണ്ട്. സോ ആസ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്, എങ്കിലാണ് നമ്മൾക്കും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ കഴിയുക. അപ്പോൾ നമുക്കും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വികസിപ്പിക്കപ്പെടേണ്ട ചില ക്വാളിറ്റികളേക്ക് വെളിച്ചം വീശുന്ന ഒരു പാഠമാണത് അല്ലേ. ഇങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും എന്താണ് കറക്റ്റ് ഉദ്ദേശിച്ച മീനിങ്, ആ മീനിങ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഇങ്ങനെയാണ് മീനിങ് ഉണ്ടാകുന്നത്. ഈ ഭാഗം നിങ്ങൾ 2-3 തവണ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മീനിങ് ഉണ്ടാക്കാൻ കഴിയണം. എല്ലാ ചാപ്റ്റേഴ്സും നമ്മളിങ്ങനെ എടുക്കില്ല. നമുക്ക് ആദ്യത്തെ ഒരു ചാപ്റ്റർ മാത്രം ഇങ്ങനെ എടുത്താൽ മതിയാവും. അപ്പോഴേക്കും നിങ്ങൾ നന്നായിട്ട് ലാംഗ്വേജും സ്വന്തമായിട്ട് അർത്ഥം കണ്ടെത്താൻ കഴിയുന്ന ഒരു ക്വാളിറ്റിയിലേക്ക് എത്തും. പിന്നെ നിങ്ങൾക്കൊരു 2 ചാപ്റ്റർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സാറിൻ്റെ ഹെൽപ്പും വേണ്ട, ഒരു ഡിക്ഷണറി മാത്രം മതി എന്ന രൂപത്തിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നവരാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഈ ഭാഗം ഒന്നുകൂടെ കേൾക്കുക. ഓക്കെ, ദെൻ
നെക്സ്റ്റ് പാരഗ്രാഫ് നമ്മൾ പൂർണ്ണമായിട്ട് ഇതേപോലെ വായിച്ച് പോകുന്നില്ല. അത് നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി ഇതിൻ്റെ തൊട്ടടുത്ത ഒരു ചെറിയ ടൈറ്റിലുമായിട്ട്, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് ഭാഗം എടുത്താൽ മതി. നമ്മൾ വളരെ നന്നായിട്ട് നിങ്ങൾ പലതവണ കേട്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. നിങ്ങൾ ഈ ചാപ്റ്റർ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മീനിങ് ഉണ്ടാക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ചെറിയ ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.